ഇപ്പോൾ മാക്ഡൊണാൾഡിന്റെ ചൈനയിലെ സാന്നിധ്യത്തെക്കുറിച്ചും ചൈന അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എന്താണെന്ന് നോക്കാം. ബീഫ്, ചീസ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ മുതൽ പാക്കേജിംഗ് വരെ മാക്ഡൊണാൾഡ് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം മുകളിൽ വൻതോതിൽ നികുതി ചുമത്താനാണ് ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയിൽ അതിൻ്റെ ചരിത്രവും സാന്നിധ്യവും നോക്കിയാൽ 1990 ചൈനയിൽ മാക്ഡൊണാൾഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. പിന്നെ അത് 3 ദശാബ്ദങ്ങളായിട്ട് വിപുലീകരിച്ച് ഇത് വലിയ ഒരു സാന്നിധ്യമായിട്ട് ഇന്ന് 5000-ലധികം റെസ്റ്റോറൻറ്റുകളുണ്ട് ചൈനയിൽ മാത്രം. 5000 റെസ്റ്റോറൻറ്റുകൾ ചൈനയിൽ മാത്രം. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 1996 അഗൈൻ ഒരു 6 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അവർ വരുന്നത്. ഇവിടെ ഒരു ഓപ്പറേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രവർത്തനം അവർ നേരിട്ട് നടത്തുന്നതല്ല, അതിനെ 2ആയി വിഭജിച്ചുകൊണ്ട് ഫ്രാഞ്ചൈസി മോഡലും കൂടിയാണ് നടക്കുന്നത്. 500-നടുത്ത് 5000-ഉം 500-ഉം അത്ര വ്യത്യാസമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.